എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ഇന്ന് വരയ്ക്കുന്നത് നമ്മുടെ രാഷ്ട്രീയത്തെ കഴിഞ്ഞ ദിവസം വരെ പിടിച്ചു കുലുക്കിയ നമ്മുടെ അൻവറിൻ്റെ ഒരു ബോംബ് സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ട ഒരു കാർട്ടൂണാണ്. നമുക്കറിയാം, നമ്മുടെ നന്ദനം സിനിമയിലെ ജഗതി ശ്രീകുമാറിനെ ഈ സ്വാമിയായ ജഗതി ശ്രീകുമാർ ഇറച്ചി കടിച്ചു വലിക്കുന്നത് കണ്ട് അദ്ദേഹത്തെ പിടികൂടാൻ പോയ നമ്മുടെ ഇന്നസെൻറ്റിൻ്റെ അവസ്ഥയിലായി പോയി നമ്മുടെ അൻവറിൻ്റെ അവസ്ഥ. ഇപ്പോൾ തന്നെ നിന്നെ പൊരിച്ച് കൈത്തരാമെന്നും പറഞ്ഞ് ഹാലിളകിയ ജഗതി ശ്രീകുമാർ അവസാനം അവിടെയും ഇവിടെയും കാണുന്നു. അതായത് രണ്ട് സ്ഥലത്തും ചിലപ്പോൾ 3 സ്ഥലത്തുമൊക്കെ കാണുന്ന സന്യാസിയായിട്ട് ഇതിനെ കണ്ടു, ഈ ജഗതി ശ്രീകുമാറിനെ കണ്ടു, സ്വാമിയെ. അതുപോലെ അതിനേക്കാളും വലിയ സ്വാമിയാണ് നമ്മുടെ ഇരട്ടച്ചങ്കൻ. 3 അല്ല 30 വേഷങ്ങളിൽ പലയിടത്തും പ്രത്യക്ഷപ്പെട്ടതായിട്ട് പലരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഇന്നസെൻറ്റിൻ്റെ അവസ്ഥയിലായി നമ്മുടെ അൻവർ. ഒന്നും ചെയ്യാനാകാതെ, അതായത് ഇപ്പം തന്നെ ലങ്കാനഗരം ചുട്ടരിക്കുമെന്നും പറഞ്ഞ് പോയ ഹനുമാൻ എങ്ങും തൊടാതെ വെള്ളം തൊടാതെ തിരിച്ചു വന്നെന്ന് പറഞ്ഞ അവസ്ഥയിലായിപ്പോയി നമ്മുടെ അൻവറിൻ്റെ അവസ്ഥ. ഈ ഒരു കാർട്ടൂണാണ് നമ്മൾ ഇന്ന് വരയ്ക്കുന്നത്. നമുക്കറിയാം, ഇദ്ദേഹത്തിന് നേരത്തെ ഒരു ജപ്പാനിൽ മഴ പെയ്യുന്ന ഒരു തിയറി ഉണ്ടായിരുന്നു. നമ്മുടെ വെസ്റ്റേൺ ഗാട്ട്സിൽ നിന്ന് മഴമേഘങ്ങൾ പോയി ജപ്പാനിൻ്റെ മേളിൽ ചെന്നിട്ട് മഴ പെയ്യുന്ന ഒരു തിയറി ഉണ്ടായിരുന്നു. ആ തിയറിയാണ് നമ്മളിവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ ഇട്ട് തിളപ്പിച്ച് ആ വെള്ളം ആരോപണങ്ങൾ ആവിയായിട്ട് മേളിലോട്ട് പോയി ഇവിടെ വെസ്റ്റേൺ ജപ്പാനിൽ വന്ന് മഴ പെയ്യുകയാണ്. മഴ പെയ്യുമ്പോൾ അതിനകത്ത് സുരക്ഷിതമായി കുട പിടിച്ച് ഇരിക്കുന്ന നമ്മുടെ ഇദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകൾ സുരക്ഷിതമായിട്ടിരിക്കുകയാണ്. ഈ കാർട്ടൂണാണ് നമ്മളിന്ന് വരയ്ക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കതിൻ്റെ വരയിലോട്ട് കടക്കാം. ഇദ്ദേഹം നമ്മുടെ കഥയിലെ പ്രമുഖ വില്ലനായ പി ശശിയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ഇതിൻ്റെ നടുവിൽപ്പെട്ട് ഞെരുങ്ങി ആ കസേരയിൽ കഷ്ടപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഇരട്ടച്ചങ്കനാണ്. എല്ലാവർക്കും വേണ്ട സംരക്ഷണ കവചം ഒരുക്കുന്നത് നമ്മുടെ ചങ്കനാണ്. അപ്പോൾ ചങ്കനാണ് ഈ കുട പിടിച്ചിരിക്കുന്നത്. ഒരു എടുത്താപ്പങ്ങാത്ത ഒരു ഓപ്പൺ ഷൂ ആണ് അദ്ദേഹം ഇടുന്നത്. വലിയ ഷൂ ആണ്. ഇത് നമ്മുടെ ADGP. ആരോപണ വിധേയരെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് മഴയിൽ നിന്ന് രക്ഷപ്പെടുത്തി നമ്മുടെ ഇരട്ടച്ചങ്കം വാണാരുളുകയാണ്. ആരോപണങ്ങളാണ്, ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളാണ് ഈ എഴുതുന്നത്. ഇനി നമുക്ക് വലിയ തേക്കിൻ്റെ മുട്ടിയിട്ട് കത്തിക്കുന്നു. അതായത് ഇദ്ദേഹം ഒരു SP തേക്ക് മുറിച്ചെന്ന് പറഞ്ഞുള്ള ഒരു ആരോപണമായിട്ടാണ് ഇദ്ദേഹം ആദ്യമായിട്ട് മുന്നോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ തേക്ക് മുട്ടി തന്നെ ഇട്ടാണ് കത്തിക്കുന്നത്.
ഈ വെള്ളം തിളപ്പിച്ചിട്ട് അഴിമതിയുടെ വെള്ളം തിളപ്പിച്ചിട്ടുള്ള അതിനകത്തുനിന്ന് വരുന്ന മറ്റേ നീരാവിയാണ്. ഇത് ഈ നീരാവി പോയിട്ടാണ് ഇവിടെ മഴ പെയ്യുന്നത്. കാർട്ടൂൺ അതിൻ്റെ ഫൈനലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടറിൽ കുറച്ച് മോഡിഫൈ കൂടെ ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ കാണാം. ഈ കുടയ്ക്കൊക്കെ ഒന്ന് കറുപ്പ് കൊടുക്കേണ്ടിയിരിക്കുന്നു. ചില ചെറിയ പണികളും കൂടെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ കാണാം. കാർട്ടൂണിൻ്റെ ഫൈനലായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.